ഓ ഷൂട്ട് കാണിക്കുന്നില്ല. ഓ അടിച്ചത് മുഖത്തടിച്ചത്. എന്റെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് മങ്കാത്ത മൂവി ഗണേഷിനെ തപ്പിയ വന്നത് ശരിക്കും കൊഞ്ചം Game over. A Venkat Prabhu game. Ajit Kumar as Vinayak Mahan. എല്ലാരും കാണിക്കുന്നുണ്ടല്ലോ. അരവിന്ദ് ദാസ് പൈസ നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. അരവിന്ദ് ആൻഡ്രിയ അഞ്ജലി അശ്വിൻ എന്നാ പേര്. ജയപ്രകാശ് ലക്ഷ്മി അന്നേരം ലക്ഷ്മി റായ് തന്നെയാണ്. മഹത് പ്രേം വൈഭവ് അധികം കണ്ടിട്ടില്ല. ഓ ഷൂട്ട് കാണിക്കുന്നില്ല. ഓ ആണെന്താ കാണിക്കുന്നാണെന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ഇല്ലില്ല മറ്റേ ഫോട്ടോ എടുക്കുന്നില്ലേ. പക്ഷെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നോ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തുള്ള സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ല നല്ല എന്റർടൈൻമെന്റ്. ഫുള്ള് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര. അതല്ലേ വെങ്കട് പ്രഭു. ഓ അവിടെ തെറ്റിക്കുന്നതിന്റെ ഡയലോഗ് തെറ്റിക്കുന്നു കൂടാതെ. ഓ അടിച്ചത് മുഖത്തടിച്ചല്ലേ. ഞാൻ അടിക്കലേ. ക്യാമറ കാണിക്കില്ലല്ലോ. ഓ മരിച്ച് ഒറിജിനൽ തീയാണോ? അതാണ് ഡയറക്ടർ. അവസാനത്തെ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴാട്ടെ കുറച്ചൊന്ന് സമാധാനം. അല്ലാന്നുണ്ടെങ്കിലും നമ്മള് മറ്റേ മൊത്തത്തിൽ ഒരു വേറെ ഇതിലോട്ട് പോയേനെ. ശരിക്കും എന്താ പറയാ, തല ഈ ഒരു ക്യാരക്ടർ എടുത്തത് ഭയങ്കര ഒരു ഗട്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം പട്ട നെഗറ്റീവ് സംഭവമാണ്. ഒരു നല്ല സ്വഭാവം കാണിച്ചിട്ടില്ല. അതും പ്രത്യേകിച്ച് വെച്ചാല് നമുക്ക് അർജുൻ സർജ അവസാനം മാത്രമേ വില്ലനാവുന്നുള്ളൂ. അത്ര വരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവസാനം മാറുമ്പോ വലിയ കുഴപ്പമില്ല. പക്ഷെ അജിത് സാർ ഏകദേശം ഇന്റർവെല്ലിന് ശേഷം പക്ക
പക്ക ഊളനായിമാറാണ്, ഏകദേശം പക്ക വില്ലൻ അല്ലെ, ക്രൂര വില്ലനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ ക്യാരക്ടർ എടുത്തു നാളെ അതാണ് സംഭവം. എന്താ വെച്ചാൽ അജിത് സാറിന് എനിക്ക് തോന്നുന്നു മുന്നത്തുള്ള പടങ്ങളൊക്കെ കുറച്ച് റൊമാൻറ്റിക് ആണ്, എനിക്കറിയില്ല. അതിന് മുന്നേ നമ്മള് എല്ലാം കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ കണ്ടൊക്കെ അതിന് ശേഷമുള്ള സിനിമകളാണ്, മംഗാദക്ക് ശേഷം. അപ്പൊ അതിനൊക്കെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്ര നെഗറ്റീവ് ആവാറില്ല, അവസാനം എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. പോസിറ്റീവേ ആരാ പോസിറ്റീവ്? എല്ലാം കണക്കാണ്. ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ചില സ്ഥലത്ത് തോന്നില്ല. എന്താ പറയാ, ലക്ഷ്മി റോയ് ആണെങ്കിൽ കണ്ടില്ല, അവിടെ കെട്ടിപ്പിടിച്ച സമയത്തും കയ്യിൽ തോക്കും വെച്ചിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് രണ്ട് ക്യാരക്ടർ, സുമന്റെ ക്യാരക്ടർ, ഗണേഷ് എന്ന് പറയുന്ന പോലീസിന്റെ ക്യാരക്ടർ, അവരാണ് പിന്നെയും ഭേദം കുഴപ്പമില്ലാത്തത്. പക്ഷെ പ്രേംജിയുടെ ക്യാരക്ടറും വലിയ കുഴപ്പമില്ല, നമുക്ക് തോന്നും അങ്ങനെ. പക്ഷെ എന്നാലും അവർ എവിടേക്കോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് നെഗറ്റീവ് സംഭവങ്ങളുണ്ട്. കാരണം അങ്ങനെ പോലീസിൽ നിന്നിച്ച് പോലീസ് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിട്ട് ചതിക്കുന്ന ഒരു സംഭവം. പിന്നെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 10 വയസ്സ് തൊട്ട് അയാളുടെ കൂടെ നിന്നിട്ട് പിന്നെ അയാളെല്ലാം മനസ്സിലാക്കിയിട്ട് അയാളെ ചതിക്കുന്ന. എല്ലായിടത്തും ചതിയാണ്, പൈസക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചതിയാണ്. പൈസ അതാണ് ഏകദേശം കാണിച്ചു തോന്നല്ലേ, പൈസക്ക് വേണ്ടിട്ട് എന്തും ചെയ്യുന്നുള്ളൊരു സംഭവം. ആൻഡ് അവസാനത്തെ ട്വിസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ഒരു സംഭവം കാണിച്ചത്. അവിടെ ഗണേഷിനെ കൊന്നത് മാത്രം ചെറുതായിട്ടൊരു നമുക്കൊരു ഫീൽ ചെയ്തു. കാരണം വേണമെങ്കിൽ അവസാനം ഒന്ന് കൂടെ നിർത്തായിരുന്നു എന്ന് തോന്നി അല്ലെ, കാരണം ആ ഒരു മൊമെന്റിൽ വേണമെങ്കിൽ അത്ര ആൾക്കാരെ കൊന്നിട്ട് ഒരാളെ മാത്രം നിർത്തുമ്പോ എന്തോ ഒരു ചോദ്യം വരില്ലേ, അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കാം ആ ഒരു പ്രേക്ഷകന്റെ ഫീലിംഗ് ആണത്. കാരണം എന്ന് വെച്ചാൽ അവരെ കൊന്നെന്ന് വെച്ചാൽ പ്രൂഫ് ഇല്ലാണ്ടിരിക്കാനാ. കാരണം പുള്ളിക്കാരൻ ഏകദേശം അവിടെ എന്ന് പറയുന്നത് ആള് രക്ഷപ്പെട്ടു പോയി എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും റെക്കോർഡ്സിലുള്ളത് രക്ഷപ്പെട്ടു പോയിട്ട് എവിടെയോ മുങ്ങി നടക്കാന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കണേ. ഒരാള് രക്ഷപ്പെട്ടതും പിന്നെ അതുപോലെ തന്നെ വിനായക് എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിക്കുകയും ചെയ്തു, മരിച്ചു തന്നെയായി ഇപ്പൊ റെക്കോർഡിൽ. അവർക്ക് മറ്റേ സംഭവം ആവശ്യമില്ലല്ലോ, ഇനിയിപ്പോ ജോലി കയറുക എന്നുള്ളൊരു സംഭവം ആവശ്യമില്ല. അല്ല, ജോലിയിലുള്ള ആൾ ഇപ്പോഴും ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ, ഒരാള് മതിയല്ലോ. അതല്ല എന്നിട്ട് ഇത്ര 500 കോടിയും എന്താ കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. കരിഞ്ഞു പോയി പറഞ്ഞു മൊത്തത്തില്. ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ മുന്നൊക്കെ കുറച്ച് പൈസ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു ഗവൺമെന്റിലോട്ട്. ഇപ്പൊ അതും ഇല്ല. അപ്പൊ ഇനി ഫസ്റ്റ് കുറെ സ്ഥലത്ത് നിന്നൊക്കെ പിടിച്ചത് അർജുൻ സർജ് എല്ലാ പൈസ ഒരു 10 കോടിയൊക്കെ പറഞ്ഞില്ലേ, 10 കോടി അല്ല എനിക്കും മേലെ പിടിച്ചിട്ടുണ്ട്, 10 കോടി ഇട്ടതാണോന്ന് അറിയില്ല കേട്ടാ. അതിൽ കുറച്ച് സിൻസിയർ ആയിട്ടുള്ള പോലീസായിരുന്നു മറ്റേ പോലീസ് അവസാനം. അതുകൊണ്ട് അവിടെ തന്നെ നമുക്കൊരു ഹിന്റ് വന്നില്ലായിരുന്നു. കാരണം മറ്റേ പോലീസിനെ മരിച്ചെന്ന് പറഞ്ഞിട്ട് പത്രത്തിലും വാർത്ത കൊടുത്തായിരുന്നു അവര്, മനസ്സിലായോ? എന്നിട്ട് എന്താ പറയാ, അതിനൊക്കെ അവർക്ക് പറ്റും എന്നുള്ള ഫസ്റ്റിന് നമുക്ക് ഇങ്ങനെ ഓരോ ഹിന്റുകൾ ഇട്ട് തന്നു. പിന്നെ 10 കോടി രൂപയുടെ ഫസ്റ്റ് പിടിച്ചെടുത്ത കാര്യം പറഞ്ഞത് ഇല്ലേ, അതായത് എനിക്ക് തോന്നിയ പിന്നെ പ്രേംജിയുടെ മരിക്കലാട്ടോ ഭയങ്കര രസമായത്. അത് ശരിക്കും നമ്മൾ ഇമോഷൻ ആക്കിയില്ല, അത് ചിരിപ്പിച്ചു കളഞ്ഞു അല്ലാണ്ട്. കാരണം വെച്ചാല് ആള് ആ ഫൈറ്റിന്റെ ഇടയിൽ പോയിട്ട് ഓരോരുത്തരും പോയിട്ട് 50-50 പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു. എന്റെ അത് കഴിഞ്ഞതിന് ശേഷം ആ വെടി കൊണ്ടതും അൺഎക്സ്പെക്ടഡ് വെടിയുള്ളൂ. ശരിക്കും കരുതിക്കുട്ടി വെടി വെച്ചെന്നു ഇപ്പൊ ലാസ്റ്റ് ആയിട്ടും മനസ്സിലായി, പക്ഷെ എന്നാലും അൺഎക്സ്പെക്ടഡ് സാധനം പോലെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. വെങ്കട് പ്രഭു എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു ഗെയിം തന്നെയാണ്. അതായത് നമ്മളെ ഒരു റൈഡിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് ശരിക്കും. അങ്ങനെ ഇങ്ങനെ തുടങ്ങി എവിടുന്നോ തുടങ്ങി ആ ഒരു എന്തൊക്കെയോ കാണിച്ചിട്ട് പിന്നീട് അവസാനം എല്ലാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളറിയില്ല ആ സാധനങ്ങളൊക്കെ തുന്നിച്ചേർത്ത് നമ്മളൊരു പെർഫെക്റ്റ് എൻഡിലോട്ട് കൊണ്ടുവന്ന് കിഡിലൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കിഡിലൻ മേക്കിംഗ്, സ്ക്രിപ്റ്റും ഡയലോഗ്സും കുറെ ഡയലോഗ്സ് എല്ലാം കൊണ്ടും ആ ആക്ഷൻ കിങ് ഒക്കെ വിളിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. തലേന്ന് വിളിക്കുന്നത് ആക്ഷൻ കിങ്ങിന്റെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. അയ്യോ, അത് ക്ലീൻ ഷേവ് ആണെങ്കിലും കുറച്ച് താഴെ പോകുന്നതാണ് രസം കാണാനായിട്ട് ആക്ച്വലി. പക്ഷെ എന്നാലും ഈ ഒരു ക്ലീൻ ഷേവില് വന്ന സമയത്താണെങ്കിലും ഭയങ്കര പവർ അല്ലേ, വരുന്ന സ്ക്രീനിൽ വരുമ്പോ എന്താ എഫക്ട് ഇട്ട് കൊടുക്കണമെന്ന് അറിയില്ല. വരുന്ന സമയത്തില്ലേ എവിടെ എന്തൊക്കെയോ പറന്നു പോകണല്ലേ. ഫൈറ്റ് കാണിച്ചപ്പോ ഭയങ്കര പവർ. അല്ല ഇന്നല്ലേ പറഞ്ഞത് മറ്റേ വിടാമുയർച്ചയിൽ രണ്ടുപേരുണ്ട്. നമ്മളെ ഇങ്ങനെ സിനിമ ഇങ്ങനെ ചെയ്യുന്നോണ്ട് നമ്മളെ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കാന്ന് നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് കണ്ടത് വിടാമുയർച്ചയില് അർജുൻ സർജി ഉണ്ട്, തൃശ്ശിയുണ്ട് തലേന്റെ കൂടെ. 3 ഏകദേശം മങ്കാത്തിലുള്ള ആ 3 തൃശ്ശയൊക്കെ എന്താ വെറുതെ പോട്ടോ അവിടത്തിനകത്ത് ശരിക്കും അവസാനം. പക്ഷെ എന്റെ ക്രെഡിറ്റ് കാണിക്കുമ്പോഴും ലാസ്റ്റ് ഗസ്റ്റ് പോലെ ചെറിയ റോളാണ്, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ഒക്കെ പോലെ. ചിലപ്പോ അജിത് സാർ ആയതുകൊണ്ട് ചെയ്തതാണ്, എന്താണെന്ന് അറിയില്ല. കാരണം ഈ ഒരു ക്യാരക്ടറിന് തൃശ്ശമാമിന്റെ അഭിനയിക്കുന്ന ആവശ്യമൊന്നുമില്ല, വേറെ ആർക്കാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അത് മാത്രമായിരിക്കില്ല പുള്ളിക്കാരത്തേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിരിക്കാം, നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യാനും കൂടി ആയിരിക്കാം ഇല്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, നമ്മൾ ഈ ലക്ഷ്മി റോയിനെ ഒരിക്കലും സംശയിക്കില്ലല്ലോ, അങ്ങനെ ഒരു സംഭവമില്ല. ലക്ഷ്മി റോയുടെ ക്യാരക്ടർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് പോലീസ് ആണോ നോക്കിയായിരിക്കും പല രീതിയിൽ അപ്പൊ എല്ലാം നമ്മള് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരുമാതിരി പിന്നെ എടുത്തു പറയേണ്ട
സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. അതായത് ആ ഒരു പടത്തിന് വേണ്ട മ്യൂസിക് തന്നെ കൊടുത്തത്. പിന്നെ അവസാനത്തെ ആ സോങ്ങും പൊളിയായിരുന്നു. അത് അവസാനം അങ്ങനത്തെ ഒരു സോങ്, അതും അത്ര ഇതായിട്ട് തോന്നിയില്ല. മറ്റേ സോങ് ആണ് ചെറുതായിട്ട് നമുക്ക് തോന്നി ഇവിടെ പ്ലേസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. അത് ഒന്നും കത്തിയില്ല സംഭവം. അത് അവരുടെ ഇടയിലുള്ള ആ സംഭവം വർക്കാവാത്തോണ്ടാണ്. പക്ഷെ അവസാനത്തെ ആ ഒരു സോങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സക്സസ്ഫുള്ളി നമ്മള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മംഗള മൂവി. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു മൂവി ആയിട്ട് വരുന്നതാണ്.